വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ ഊരാളുങ്കൽ കിഫ്കോൺ സംയുക്ത സുരക്ഷാ പരിശോധന നാളെ നടക്കും. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ 102 വീടുകളുടെ പരിശോധനയാണ് ആരംഭിക്കുക. 3 ഘട്ടങ്ങളിലായി പരിശോധന നടത്തും. നിർമ്മാണത്തിൽ അപാകതയില്ലെന്ന് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, പല പരാതികളും വരുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതാ പെട്ടെന്നുള്ള പലതരത്തിലുള്ള പരിശോധനകളും നടത്താൻ പോവുകയാണല്ലേ? വിനീത, അതായത് ടൗൺഷിപ്പിൽ, അതായത് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വിള്ളൽ കണ്ടെത്തി എന്നുള്ള വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി വിശദമായ സുരക്ഷാ പരിശോധന അടക്കം നടത്തുവാനുള്ള തീരുമാനത്തിലെത്തിയത്. 58 ഘട്ടങ്ങളിലായി വിവിധ തരം പരിശോധനകൾ നടത്തുവാനാണ് ഊരാളുങ്കലും ഒപ്പം കിഫ്കോണും സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് വൈകിട്ട് മുതൽ തന്നെ അല്പസമയത്തിനുള്ളിൽ പരിശോധന ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കിഫ്കോണിന്റെ 10-ലധികം വരുന്ന ജീവനക്കാരും ഒപ്പം ഊരാളുങ്കലിന്റെ 10ഓളം ജീവനക്കാരും സംയുക്തമായി ചേർന്നാണ് ഈ പരിശോധന നടക്കുക. കോൺക്രീറ്റിന്റെ ബലം, അതുപോലെ തന്നെ മറ്റ് സിമന്റ്, മണൽ മിശ്രിതങ്ങൾ ഉപയോഗിച്ചതിന്റെ അനുപാതം തുടങ്ങി എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ പരിശോധനകൾ വിശദമായി നടത്തുവാനാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിനീത, ദീപക് മോഹൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.